എല്ലാവർക്കും 1 സെക്കൻഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ നല്ലപോലെ കാണാൻ ഫുൾ സ്ക്രീൻ യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ഓൺലൈനായി എങ്ങനെ ജോയിന്റ് ഡിക്ലറേഷൻ ഫയൽ ചെയ്യാമെന്നാണ്. നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദർ ഓർ ഹസ്ബൻഡ് നെയിം പോലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസിലോ ഡേറ്റ് ഓഫ് ജോയിനിങ്, ഡേറ്റ് ഓഫ് ലീവിംഗ് പോലുള്ള സർവീസ് ഡീറ്റെയിൽസിലോ എന്തെങ്കിലും തിരുത്തൽ വരുത്തുവാനാണ് നമ്മൾ ജോയിന്റ് ഡിക്ലറേഷൻ ഫയൽ ചെയ്യുന്നത്. അതിനായി നിങ്ങളുടെ ബ്രൗസറിൽ EPFO മെമ്പർ ഹോം എന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കി വയ്ക്കുക. ഓക്കെ കൊടുക്കുക. സൂം ചെയ്യുക. ശേഷം നിങ്ങളുടെ UIN നമ്പർ, പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ ഇവിടെ ഫോർഗെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ UIN നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ കൊടുത്ത് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കുമ്പോൾ അക്കൗണ്ട് നോട്ട് ആക്ടിവേറ്റഡ് എന്ന എറർ മെസ്സേജ് വരികയാണെങ്കിൽ അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്ന് ഈ ചാനലിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വരിക. ശേഷം സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഈ കാണുന്നതാണ് EPFO എംപ്ലോയി പോർട്ടലിന്റെ ഹോം മെനു. ഇവിടെ ഈ കാണുന്ന 3 ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വ്യൂ, മാനേജ്, അക്കൗണ്ട്, ഓൺലൈൻ സർവീസസ് എന്നിങ്ങനെ 4 ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ വ്യൂ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ, അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സർവീസ് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. പാസ്ബുക്ക് ലൈറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ PF അക്കൗണ്ട് ബാലൻസ് കാണാൻ സാധിക്കുന്നതാണ്. മാനേജ് ഓപ്ഷനിൽ ജോയിന്റ് ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്പനി ഡീറ്റെയിൽസ് എന്നിവയിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. KYC ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, പാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ നോമിനേഷൻ ക്ലിക്ക് ചെയ്ത് നോമിനിയെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ മാർക്ക് എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ എക്സിറ്റ് ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ സർവീസസ് ഓപ്ഷൻ വഴിയാണ് നമ്മൾ PF ഫുൾ വിഡ്രോവൽ, അഡ്വാൻസ് ക്ലെയിം, PF പെൻഷൻ ഒക്കെ അപ്ലൈ ചെയ്യുന്നതും ക്ലെയിം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതും. അതുപോലെ 1 മെമ്പർ 1 EPF അക്കൗണ്ട് ഓപ്ഷൻ വഴിയാണ് പ്രീവിയസ് വർക്ക് ചെയ്തിട്ടുള്ള കമ്പനികളുടെ PF എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എങ്ങനെ PF അക്കൗണ്ടിൽ തെറ്റായി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് സർവീസ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി മാനേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ ജോയിന്റ് ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നിലവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് സർവീസ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ തെറ്റായി അപ്ഡേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്ത ശേഷം ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. നിങ്ങൾ സർവീസ് ഡീറ്റെയിൽസ് ആണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡേറ്റ് ഓഫ് ജോയിനിംഗ് ആണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡേറ്റ് ഓഫ് ജോയിനിംഗ് EPF ആൻഡ് ഡേറ്റ് ഓഫ് ജോയിനിംഗ് EPS 2 ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ രണ്ടിലും സെയിം ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ എംപ്ലോയി പെൻഷൻ സ്കീമിൽ മെമ്പർ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ജോയിനിംഗ് EPS അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ പെൻഷൻ സ്കീമിൽ മെമ്പർ ആണോ എന്നറിയാൻ നിങ്ങളുടെ EPFO പാസ്ബുക്ക് സൈറ്റിൽ കയറി നോക്കാവുന്നതാണ്. അതിൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെൻഷൻ സ്കീമിൽ മെമ്പറാണെന്നാണ് അർത്ഥം. അതുപോലെ നിങ്ങൾ ഡേറ്റ് ഓഫ് ലീവിംഗ് ആണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡേറ്റ് ഓഫ് ലീവിംഗ് EPF ആൻഡ് ഡേറ്റ് ഓഫ് ലീവിംഗ് EPS രണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. ശേഷം വരുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ് പ്രൂഫ് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ റിജക്റ്റ് ആവുന്നതാണ്. എല്ലാ പ്രൂഫുകളും PDF രൂപത്തിലായിരിക്കണം. കൂടാതെ ഫയൽ സൈസ് മാക്സിമം 2 MB വരെയാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കൂടാതെ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ ഫയൽ നെയിമിൽ സ്പേസ് പാടില്ല എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നുണ്ട്. ശേഷം അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ കൊടുത്ത ഡീറ്റെയിൽസും നേരത്തെ ഉണ്ടായിരുന്ന ഡീറ്റെയിൽസും കാണാവുന്നതാണ്. ശേഷം 2 ചെക്ക് ബോക്സും ടിക്ക് ചെയ്ത് ഗെറ്റ് OTP കൊടുത്ത് OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ നിങ്ങളുടെ റിക്വസ്റ്റ് സബ്മിറ്റ് ആവുന്നതാണ്. ഇവിടെ പ്രസന്റ് സ്റ്റാറ്റസ് പെൻഡിംഗ് അറ്റ് എംപ്ലോയർ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറിനെ കോൺടാക്ട് ചെയ്ത് ജോയിന്റ് ഡിക്ലറേഷൻ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യാൻ പറയേണ്ടതാണ്. പ്രസന്റ് സ്റ്റാറ്റസ് പെൻഡിംഗ് അറ്റ് ഫീൽഡ് ഓഫീസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ റിക്വസ്റ്റ് നേരിട്ട് PF ഓഫീസിൽ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നാണ്. ഇതിന്റെ സ്റ്റാറ്റസ് മാനേജ് ഓപ്ഷനിൽ ജോയിന്റ് ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.